ഹബീബികളെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സളെ. സോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ എണീറ്റു ഡ്യൂട്ടിക്ക് പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. എൻ്റെ സിഗ്നൽ ഓപ്പണായി. ഞാൻ ഇനി അവിടെ എത്തുമ്പോഴത്തേന് അടുത്തത് ഓപ്പണാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ഒരു സ്പീഡിൽ നടക്കണം. ഇനി 1, 2 സിഗ്നലും കൂടി ഓപ്പണായിട്ട് മൂന്നാമത്താണ് എൻ്റെ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പീഡ് നടന്നാൽ മതി. നേരെ മറിച്ച് ഒരു സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വീടെടുക്കാൻ നിൽക്കില്ല. മാണ്ടിയിട്ട് കയതച്ചിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടാവും. 10 മണിയായി. ഡ്രൈവർ സാബ് അടക്ക് കാണാൻ 10:03 വരുന്നത്. 10 മണി 2 മിനിറ്റ് കൊണ്ട് സിഗ്നൽ അടക്കണം. സോ ഗൈസ്, ഞാനിതാ ബസ്സിൽ കയറി ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് എനിക്ക് എന്താണെന്നാവോ, ബസ്സിൽ കയറി ഇരുന്നിട്ട് ഉറക്കം തീരെ വരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ നിൽക്കന്നെ ആലോചിക്കന്നെ. എണീക്കാൻ നേരം വൈകിയതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാട്ടോ. അത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ഉച്ചയായി. എത്ര പെട്ടെന്ന് ഉച്ചയാവുന്നറിയപ്പോൾ. എന്നിട്ട് നേരെ പള്ളിയിൽ പോകണം. ഞാൻ പള്ളിയിൽ എത്തിയപ്പോഴാണ് എൻ്റെ മനസ്സിന് സങ്കടമാക്കിയ ഒരു സംഭവം ഞാൻ കണ്ടത്. ഒരു ഉപ്പ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു അറബി പുള്ളി ഭയങ്കരമായിട്ട് കരയാണ്. പുള്ളിയുടെ ആരോ ഇവിടെ അഡ്മിറ്റായി കിടക്കുകയായിരിക്കും. പിന്നെയും പണി തുടങ്ങി, പണിയോട് പണി തന്നെ. വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ കയ്യും കാലും വറക്കുന്ന ലിറ്റിനുമായി ഞാൻ ചായക്കടയിലെത്തി. ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി ഈത്തപ്പഴം പറിച്ചൽ. ഇതൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇത് തൊള്ള വിചാരിച്ചു ഞങ്ങൾ കണ്ടോണ്ട് നമ്മൾ നിന്ന് കണ്ടു പറിച്ചാൽ മതി. ഈ കാണുന്ന തണ്ട് നെടിയൊക്കെ ഉള്ളൂ, അകം മുഴുവനും പഞ്ചറ. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പണ്ട് ഗാനഗന്ധർവൻ വീണ വായിക്കണം, അല്ല ഹാർമോണിയം വായിക്കണം. മൂപ്പർക്കൊന്ന് ഹാപ്പി ആയിക്കോട്ടെ വെച്ചിട്ട് മൂപ്പര് മുന്നിൽ നിന്ന് 2 തലാട്ടിയിട്ട് ഈണം പകർന്നു കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഞാനിത് ആ റൂമിലേക്ക് പോകണം. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്തൊക്കെ പരിപാടികൾ ഇനി ഞാൻ പറയൂല, കാരണം അവിടെ പോയിട്ട് അതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ നഷ്ടം. ഞാൻ ചെയ്യണ എന്താണെന്നറിയില്ല, മടിയനായി പോവാണ്. മടിയനായി പോവാന്ന് നമുക്കൊന്ന് മാറ്റണം ഗൈസ്. എങ്ങനെ മടിയിൽ നിന്ന് രക്ഷപ്പെടാം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. യെസ്, ഗ്രൗണ്ട് ഫ്ലോർ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മണ്ടിപ്പാഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, കാരണം വരി നിൽക്കാൻ ആൾക്കാർ കുറവേ. ബസ് കയറി വീണ്ടും ആലോചന. റൂമിലെത്തി ഡ്രസ്സ് മാറി വേഗം ചായ കുടിക്കാൻ പോയി. സോ ഗൈസ്, ഞാനൊന്ന് ജിമ്മിന് പോയി. ജിമ്മ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ റൂമിലേക്ക് പോവുകയാണ്. ജിമ്മിന് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ചായ കുടിച്ച് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം അങ്ങനെ പോയി. ഇനി ചപ്പാത്തി മേടിക്കണം. ഇപ്പോഴൊക്കെ ഉള്ളത് നാളേക്കൊക്കെ ഉള്ളൂ. കറി നമ്മൾ ഓൾറെഡി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ചിക്കൻ കറിയുണ്ട്. സോ ഗൈസ്, ഞാൻ എൻ്റെ ചപ്പാത്തി ഇന്നൊക്കെ ഉള്ളതും പിന്നെ നാളേക്കൊക്കെ ഉള്ളതും മേടിച്ച് ഞാൻ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാം, കടന്നുറങ്ങാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ലേറ്റില്ല കേട്ടോ, കാരണം ഞാനിപ്പോൾ നടക്കുന്ന ഏരിയയിലുള്ള ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ വരാം, നാളത്തെ വിശേഷങ്ങളായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ലൈക്ക് ഇടാൻ മറക്കരുത്. ഓക്കെ.